ഹലോ ഗൈസ്, അപ്പൊ ദേ ഞാൻ നോക്കിയിരുന്ന് ഇരിക്കുമ്പോഴാണ് ആ വഴി നമ്മുടെ മീൻകാരൻ ചേട്ടൻ ഇതിക്കടെ വന്നത്. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്, ഞാൻ കുറച്ച് ചാള മേടിച്ചു, ചൂരക്കണ്ണി മേടിച്ചു. അങ്ങനെ ദേ ആ ചേട്ടനെ നമ്മള് പറഞ്ഞു വിടാണ് ഗൈസ്, നമുക്ക് മീൻ തന്നു ചേട്ടൻ. അപ്പൊ ദേ അതൊക്കെ കഴിഞ്ഞ് വല്യമ്മ മീൻ വെട്ടാനുള്ള പരിപാടിയിലാണ് ഗൈസ്. അപ്പൊ മീൻ വല്യമ്മയാണ് കേട്ടോ കറി വെക്കുന്നത്. വല്യമ്മ അപ്പം വെട്ടി ക്ലീൻ ചെയ്യാൻ പോണേ. ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ മീൻകാരൻ ചേട്ടൻ വരണേ. രാവിലത്തെ ചെണ്ടയിൽ നിന്ന് വാങ്ങിക്കാറില്ല, നേരത്തെയൊക്കെ വാങ്ങിക്കായിരുന്നു. അപ്പോൾ ദേ വല്യമ്മ നന്നായിട്ട് ദേ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഞാൻ പോയിട്ട് പറമ്പിലായിട്ട് കറിവേപ്പില പറിക്കാൻ ഇറങ്ങി ഗൈസ്. നമ്മുടെ പറമ്പിൽ കറിവേപ്പിലയുണ്ട്. അപ്പോൾ ദേ കറിവേപ്പില ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇത്രയും ഞാൻ പറിച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് മാത്രമേ പറിക്കുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ ദേ പറമ്പിൻ്റെ അകത്തുനിന്ന് അമ്മാമ്മ കൈ പൊക്കി കാണിക്കുന്നത് അമ്മയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അതേ കൈയൊക്കെ പൊക്കി കാണിക്കും. ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് ഹായ് പറഞ്ഞാണ് ഗൈസ്. അതിൻ്റെ ചോട്ടിലിരിക്കേണ്ട ആള്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വല്യമ്മതേ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചൂരക്കണ്ണി വറക്കാനും ചാള കറി വയ്ക്കാനും. അപ്പം അങ്ങനെ വല്യമ്മ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചുകൊണ്ടിരിക്കുകയാണ് കറിയിലിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വല്യമ്മ പെട്ടെന്ന് അങ്ങോട്ട് കയറി പോയതാ. അപ്പം അതേ വല്യമ്മ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുവാണ് ഗൈസ്, ചാളക്കറിയുടെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതേ ചാളക്കറി തകൃതിയായിട്ട് വല്യമ്മ അവിടെ അരപ്പൊക്കെ തേച്ച് മിക്സപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് തിരുമ്പി കൂട്ടി ഇനി കുറച്ച് നേരം കുറച്ച് തുള്ളി വെള്ളത്തിൽ കുറച്ച് നേരം തട്ടിപ്പൊത്തി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി വയ്ക്കും. അപ്പോൾ അതേ ഞാൻ നോക്കുമ്പോൾ അമ്മ ബ്രൂണോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് കേട്ടോ, ബ്രൂണോ റോഡ് വീലറാണ്. അപ്പോൾ അവൻ അതിനെ നടത്താൻ കൊണ്ടുവന്നതാണ്. അപ്പം അതിനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ദേഹത്തേക്ക് കയറി വന്നപ്പോഴത്തേനും കറി ദേ ഇവിടെ തളച്ചു ഗൈസ്. തേങ്ങാപ്പാലിൽ കറി വെച്ചത് തളച്ചു. അപ്പോൾ വല്യമ്മ എങ്ങനെ ഉണ്ടെന്ന് നോക്കുകയാണ് ഗൈസ്. അപ്പം ദേ അതിന് വേണ്ടിയിട്ട് ചാളക്കറി, ചാള പൊരിച്ചത് എല്ലാം റെഡി ആയിട്ട് ഇന്ന് നമ്മൾ രാത്രി ചോറ് തന്നെ 3 ദിവസമായിട്ട് മീൻകാരൻ വന്നില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ദേ അമ്മ അവിടെ ഇരുന്നിട്ട് വീഡിയോ കോളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ദേ ചാളക്കറി കാച്ചി, പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വല്യമ്മ ചെയ്യാണ് കേട്ടോ. മീൻ ചൂരക്കണ്ണിയാണ്, അപ്പോൾ മുഴുവൻ വറക്കുന്നില്ല, നമ്മൾ ആവശ്യത്തിന് മാത്രമേ വറക്കണുള്ളൂ. അപ്പോൾ ദേ ചൂരക്കണ്ണിയും ചാളക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞാനും അമ്മാമ്മയും കൂടെ ചോറുണ്ണുവാണ്.